പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിങ്ങൾ മറയ്ക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ കരുണയാൽ കർത്താവ് തന്നെയാണ് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ ഒരുമിച്ച് ചേർക്കുന്നത്. ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലിച്ചൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ്റെ സ്നേഹാന്വേഷണമുണ്ട്. അച്ഛൻ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഉടനെ തന്നെ ശുശ്രൂഷയ്ക്ക് സഹായിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ സഹ്യോനിലും എല്ലാ ധ്യാനങ്ങളും എല്ലാം നന്നായി ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ എല്ലാ തിരക്കുകളിലും ശുശ്രൂഷകളിലുമാണ് അച്ഛന്മാരെല്ലാവരും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കെല്ലാം പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് ഓരോ വചനവും തരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പഠിച്ചൊരു വചനം ഓർക്കാണ്. 143 സങ്കീർത്തനത്തിൽ 10 വാക്യമാണ്. നല്ലൊരു വചനമാണ്. അതൊരു നല്ല പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ, അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, അവിടുന്നാണല്ലോ എൻ്റെ ദൈവം. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ നല്ല ആത്മാവ് നിരപ്പുള്ള വഴിയിലൂടെ എന്നെ നയിക്കട്ടെ. സങ്കീർത്തകൻ്റെ മനോഹരമൊരു പ്രാർത്ഥനയാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ വചനങ്ങൾ ഓരോന്നും എടുത്ത് പ്രാർത്ഥിച്ച് നോക്കിയാൽ അത്ഭുതകരമായ ദൈവത്തിന് ഇടപെടലുണ്ടാവും. ഓരോ വചനത്തെ പ്രാർത്ഥനയാക്കി മാറ്റണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് എപ്പിസോഡ് പിന്നീട് എടുക്കാൻ ഒരു പ്രേരണ കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ വചനമൊക്കെ പാലിച്ചുകൊണ്ട് അങ്ങയുടെ നല്ല ആത്മാവ് ഞങ്ങളുടെ ആത്മാവിനെ നല്ല വഴിയിലൂടെ നയിക്കട്ടെ, പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ചാടി എഴുന്നേക്കാം, കുട്ടികളെ ചാടി എഴുന്നേക്കാം. നമുക്ക് നന്നായിട്ട് അങ്ങ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവേ, സങ്കീർത്തകന്റെ പ്രാർത്ഥന ഞങ്ങൾ ആവർത്തിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുന്നാണല്ലോ ഞങ്ങളുടെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് നിരപ്പുള്ള വഴിയിലൂടെ അഭിഷേകത്തോടെ ഞങ്ങളെ നയിക്കട്ടെ. അഭിഷേകം, അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം, 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 അഗ്നിമഴ പെയ്തിറങ്ങും. കൈകളടിച്ച് അഗ്നിനാവുകൾ എന്നെ പതിക്കുകയ, അഗ്നിജ്വാലകൾ എന്നെ നിറയുകയ, അഗ്നിനാവുകൾ എന്നെ പതിക്കുകയ, അഗ്നിജ്വാലകൾ എന്നെ നിറയുകയ. അഭിഷേകം, അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകത്തോടെ അഭിഷേകം, അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുന്ന് ആഗതനാകുമ്പോൾ ഈ സമൂഹത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കും. കർത്താവ്, ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവമേ, അപ്പസ്തോലന്മാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. അവരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, മാനസാന്തരങ്ങൾ സംഭവിച്ചുവെന്ന് അപ്പസ്തോലൻ 4 രേഖകൾ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ സമൂഹത്തിലെ രോഗികളെ അവിടുന്ന് സുഖപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിൽ മനസ്സ് തകർന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, വഴി അടഞ്ഞിരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് വഴി കാണിച്ചു കൊടുക്കണമേ. ഓ ആത്മാവേ, പരിശുദ്ധാത്മാവേ, വ്യാപരിക്കണമേ. കണ്ണുകൾ കാണാത്തവർ കാണും, മുടങ്ങുള്ളവരോ കുതിച്ചുയരും. കണ്ണുകൾ കാണാത്തവർ കാണും, മുടങ്ങുള്ളവരോ കുതിച്ചുയരും. യേശുവിൻ ശക്തി കവിഞ്ഞൊഴുകി, രോഗികൾക്കെല്ലാം സുഖം പകരും. യേശുവിൻ ശക്തി കവിഞ്ഞൊഴുകി, രോഗികൾ
അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും വലിയ ആനന്ദത്തോടെ അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം അഗ്നിനാവുകളെന്മേൽ പതിക്കുകയാൽ അഗ്നിജ്വാലകളെന്മേൽ നിറയുകയാൽ അഗ്നിനാവുകളെന്മേൽ പതിക്കുകയാൽ പരിശുദ്ധാത്മാവേ ഓ പരിശുദ്ധാത്മാവേ വലിയ അഭിഷേകത്തിന്റെ കൃപ ഇറങ്ങട്ടെ കർത്താവേ. ദൈവമേ അഭിഷേകത്തിന്റെ ശക്തിയാൽ അന്ധകാരങ്ങളെ വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തിന്മയുടെ ബന്ധനങ്ങൾ അഭിനയിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ തലമുറകൾ വിടുതൽ പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ മനസ്സുകൾ നീങ്ങിപ്പോകട്ടെ. ഹല 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 നിറയട്ടെ, കൃപ നിറയട്ടെ. ഹല 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 പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഹല 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 അപ്പസ്തോലന്മാരെ ഒരുക്കിയ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ വചനത്തിന് വേണ്ടി ഒരുക്കണമേ. ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ 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 നല്ല ആത്മാവേ നിരപ്പുള്ള വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. സങ്കീർത്തനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവഗത മാത്രം നിറവേറ്റപ്പെടട്ടെ. ദൈവഗത മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടട്ടെ. അവിടുന്നാണല്ലോ ഞങ്ങളുടെ ദൈവം. അവിടുന്നാണല്ലോ ഞങ്ങളുടെ ദൈവം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന കർത്താവേ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ശരീരത്തെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയമുള്ള സഹോദരങ്ങളെ, യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 7 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ നല്ല കൃപയുള്ള ഒരു വചനമാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കുന്നുണ്ട്, ഇണക്കിയിട്ടുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഒരുപാട് ധ്യാനിക്കാനുള്ള ഒരു വചനമാണ്. മനുഷ്യനെ കുറിച്ച് യാക്കോബ് ശ്ലീഹ പരിശുദ്ധാത്മാവിനെ പ്രേരിതരായി പ്രഖ്യാപിക്കുകയാണ്. ഈ മനുഷ്യൻ എന്തുമാത്രം മൃഗങ്ങളെ ഇണക്കുന്നുണ്ട്, ഇണക്കിയിട്ടുമുണ്ട്. അത് ശരിയാണ്. ജീവികളെ ഇണക്കി നല്ല ഇണക്കത്തിനനുസരിച്ച് നല്ല ട്രെയിനിങ് കൊടുത്ത് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. എന്നാൽ പറയുകയാണ് ഇതൊക്കെ മനുഷ്യന് ചെയ്യാൻ പറ്റും. എന്നാൽ മനുഷ്യനാകട്ടെ തൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. എന്നിട്ട് പറയാണ് ആ നാവ് വലിയ വഞ്ചനയ്ക്ക് രൂപം നൽകുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. ഒരേ നാവിൽ നിന്ന് അനുഗ്രഹവും ശാപം എങ്ങനെ കൊണ്ടുവരും? പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇത് നമുക്ക് ഉചിതമല്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ നാവിൻ്റെ ഉപയോഗം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. അത് പറയാൻ അത്ര എളുപ്പമല്ല. യാക്കോബ് ശ്ലീഹ തന്നെ പറയാണ് മനുഷ്യന്റെ നാവിനെ മൃഗങ്ങളെ ഇണക്കാനൊക്കെ പറ്റും, പക്ഷെ നാവിനെ നിയന്ത്രിക്കാൻ അത്ര എളുപ്പമല്ല. നമ്മളെല്ലാവരും ഒരു പ്രശ്നമാണത്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. റോമാ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 13-14 തിരുവചനങ്ങൾ
റോമൻസ് ചാപ്റ്റർ 3 വേഴ്സ് 13 and 14 നമുക്ക് വായിക്കാം. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു. അവരുടെ അധരങ്ങളിലെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട്. എന്നിട്ട് പറയാണ്, അവരുടെ വായ് ശാപവും കയ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ വചനം വെളിപ്പെടുത്തുകയാണ്, വഞ്ചനയ്ക്ക് രൂപം നൽകുകയാണ് നാവ്. അതേ കാര്യം തന്നെ യാക്കോബ് ശ്ലീഹ ആവർത്തിച്ച് പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ബൈബിളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പഴയ നിയമത്തിൽ ബൈബിളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുപാട് പ്രവാചകന്മാരെ വിശുദ്ധീകരിക്കാൻ കർത്താവ് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അവരുടെ നാവിനെ വിശുദ്ധീകരിക്കുകയാണ്. ജെറമിയായുടെ നാവിൽ ദൈവം സ്പർശിച്ചു, അവൻ്റെ നാവിൽ വചനം നിക്ഷേപിച്ചു, എന്നിട്ട് അവനെ വിശുദ്ധീകരിച്ചു. യേശയ്യാ പ്രവാചകന്റെ നാവിൽ തീ കനലുകൾ കൊണ്ട് ദൈവം തൊടുന്നുണ്ട്. യേശയ്യാ 6 അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് അവൻ്റെ നാവിനെ അങ്ങോട്ട് വിശുദ്ധീകരിക്കുകയാണ്. വീണ്ടും അടുത്തൊരു പ്രവാചകൻ യെസക്കേൽ പ്രവാചകൻ. യെസക്കേൽ പ്രവാചകനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ഇതിന് തുല്യമായി നാവിനെയാണ് ബലപ്പെടുത്തുന്നത്, നാവിനെയാണ് വിശുദ്ധീകരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ തന്നെ മോശയെ മറ്റൊരു വിധത്തിൽ നാവിനെ ബലപ്പെടുത്തുന്ന രംഗം ബൈബിളിലുണ്ട്. മറ്റൊരു വിധത്തിലാണെന്ന് മാത്രം. എന്തുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങളെ ഈ പ്രവാചകന്മാരെ ദൈവം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി അവരുടെ ശരീരത്തിൽ അപകടകരമായ വേറെ പല അവയവങ്ങളും ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ കൈ അല്ലേ, ഈ കൈ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരാൾക്കിട്ട് ഒരു ഇടി കൊടുക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാം. എന്നാൽ കൈ അല്ല ദൈവം തൊട്ട് വിശുദ്ധീകരിക്കുന്നത്, അല്ലെങ്കിൽ കാലിനെ അല്ല ദൈവം തൊട്ട് വിശുദ്ധീകരിക്കുന്നത്. ദൈവം തൊടുന്നത് നാവിനെയാണ് വിശുദ്ധീകരിക്കുന്നത്. എന്താണ് കാരണം സഹോദരങ്ങളെ? നാവ് വിശുദ്ധീകരിക്കപ്പെട്ടാൽ ആ വ്യക്തിയുടെ ശരീരം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് തുല്യമാണത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരാളുടെ നാവ് വിശുദ്ധീകരിക്കപ്പെട്ടാൽ അയാളുടെ ഹോൾ ബോഡി ബിക്കം ഹോളി. ആ വ്യക്തിയുടെ ശരീരം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് പഴയ നിയമത്തിൽ ദൈവം നാവിനെ വിശുദ്ധീകരിക്കുകയാണ്. യാക്കോബ് ശ്ലീഹ ഈ കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനത്തിലാണ്. സെന്റ് ജെയിംസ് ചാപ്റ്റർ 3 വേഴ്സ് 2 നമുക്ക് വായിക്കാം. കുട്ടികളെല്ലാവരും ചേർന്ന് ഉറക്കെ വായിക്കണം. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. ഹല്ലേലൂയ. 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 യാക്കോബ് ശ്ലീഹ പറയാണ്, തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ ഒരുവന് കഴിയും. ഒരു കാര്യം ചെയ്താൽ മതി. എന്താണെന്നറിയാവോ? സംസാരത്തിൽ തെറ്റുവരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈശോ പറഞ്ഞ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്റെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ, അതിനപ്പുറമുള്ളത് പിശാചിൽ നിന്ന് വരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം ചോദിക്കുന്നതിന് അതെ അല്ല എന്ന് മറുപടി പറഞ്ഞ് വേറെ ഒന്നും മിണ്ടാതിരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. സംസാരത്തിൽ തെറ്റ് വരുത്താതെ ഇരുന്നാൽ ഈ ശരീരം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ട് ഈ ശരീരത്തെ മുഴുവൻ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നൊരു ദൈവ പൈതൽ ആദ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടത്, എൻ്റെ സഹോദരങ്ങളെ, ചെറിയ അവയവങ്ങൾ ഒന്നായ നാവിനെയാണ് നിയന്ത്രിക്കാൻ പരിശ്രമിക്കുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, കണ്ണിനെ മുഴുവൻ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ഈ ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് വചനം വെളിപ്പെടുത്തുന്നുണ്ട്. അതിന് മറ്റൊരു അവസരത്തിൽ നമുക്ക് ചിന്തിക്കാം. പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പറയാം, നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ സംസാരത്തിൽ തെറ്റ് വരുത്താത്തവൻ പൂർണ്ണനാണ്. അതുകൊണ്ട് പൂർണ്ണത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ അതിൻ്റെ ആദ്യത്തെ പടി എന്ന നിലയിൽ എടുക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാവിനെ നിയന്ത്രിക്കാനുള്ളൊരു പരിശ്രമമാണ്. മുഖസ്തുതിയുടെ വാക്കുകൾ, വ്യർത്ഥ ഭാഷണം, നുണ പറയുന്ന പ്രകൃതം, അധിക സംഭാഷണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അക്കമിട്ട് ജീവിതത്തെ മാറ്റാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ശരീരം തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ജെറമിയ ഈ കാര്യം കുറച്ചുകൂടെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ വചനങ്ങൾ എല്ലാം നമ്മൾ ചേർത്തടിക്ക് പഠിക്കണം. ജെറമിയ പ്രവചനത്തിൽ 15-ാമത്തെ അധ്യായത്തിന്റെ 19-ാം തിരുവചനത്തിലാണ്. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 15 വേഴ്സ് 19 കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. എന്നിട്ട് പറയാണ്, വിലകെട്ടവ പറയാതെ
സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പറയാണ്, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ, നല്ല കാര്യങ്ങൾ, കൃപയുടെ വചസ്സുകൾ, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം നൽകുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ശ്ലീഹ പറയുന്നത്, സംസാരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലായ്പ്പോഴും വചനം സമർത്ഥമായി ആവസിക്കട്ടെ. അങ്ങനത്തുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, യു ബിക്കം മൈ ടങ്, നീ എൻ്റെ നാവ് പോലെയാവും. ഇപ്പം ഞാൻ ഒരാളെ നോക്കി നീ എന്ന് വിളിച്ചാൽ, നീ എന്ന് വിളിക്കുന്നത് ബഹുമാനക്കുറവ് കൊണ്ടല്ല, അപ്പം നീ എന്താ ചെയ്യുന്നത്, അങ്ങനെ, അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് യു ആണല്ലോ. അപ്പം നീ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നീ എന്ന് ഒരാളെ സംബോധന ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണല്ല ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മൂക്കല്ല, അദ്ദേഹത്തിൻ്റെ ചെവിയല്ല, ഹോൾ ദ ബോഡി, മൈൻഡ് ആൻഡ് സോൾ. അതിനാണ് നീ എന്ന് പറയുന്നത്. പറയാ, നീ എൻ്റെ നാവ് പോലെ, നീ എൻ്റെ നാവ് പോലെ, നീ എൻ്റെ നാവ് പോലെ. ദൈവത്തിൻ്റെ നാവിൻ്റെ പ്രത്യേകത എന്താ? പറഞ്ഞതുപോലെ സംഭവിക്കും. പ്രവാചകന്മാരുടെ നാവിൻ്റെ പ്രത്യേകത എന്താ? പറഞ്ഞതുപോലെ സംഭവിക്കും. എന്നിട്ട് പറയാ, നീ എൻ്റെ നാവ് പോലെ. Praise the Lord. Praise the Lord. അപ്പോൾ സംഭവിക്കുന്ന മഹനീയമായ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ഈ നാവിനെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നാവ് പോലെ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. അപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാം? അത് പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ നാവ് വിശുദ്ധീകരിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തിയുടെ ശരീരം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ശക്തി റേഡിയേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും, ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെടാൻ വേണ്ടി തുടങ്ങും. യേശു നടന്നു പോകുമ്പോൾ ശക്തി പുറപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാർ നടന്നു പോകുമ്പോൾ ശക്തി പുറപ്പെടുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാവിന്റെ പാപം ഗൗരവമായി മാറുന്നതിന്റെ ഇതിന്റെ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ മറുവശം മനസ്സിലാക്കണം. അത് ഇതൊരു പോസിറ്റീവ് വശമാണെങ്കിൽ ഇതിന്റെ മറുവശമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി നാവ് കൊണ്ട് നാവിനെ അശുദ്ധമാക്കുന്ന ഒരുപാട് പാപപ്രവൃത്തികൾ, ചിലപ്പോൾ കുറ്റം പറയലായിരിക്കാം, പരദൂഷണമായിരിക്കാം, കുറ്റാരോപണമായിരിക്കാം, നുണയായിരിക്കാം, വ്യർത്ഥ സംഭാഷണമായിരിക്കാം, മുഖസ്തുതി ആയിരിക്കാം, അധിക സംഭാഷണമായിരിക്കാം, വിമർശനം, ഒരുപാട് സംഗതികളുണ്ട് നാവിന്റെ പാപങ്ങൾ. രഹസ്യം പറച്ചിലായിരിക്കാം, പിറുപിറുപ്പായിരിക്കാം, മുറുമുറുപ്പായിരിക്കാം, അങ്ങനെ ഒരുപാട് സംഗതികൾ ഉണ്ടാവാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കേട്ട കാര്യം പറഞ്ഞുകൊണ്ട് നടക്കലാവാം, ഇതൊക്കെ ആവാം. അങ്ങനെ ചെയ്തുമ്പോൾ സംഭവിക്കുന്ന വലിയ അപകടമെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ശരീരം മുഴുവൻ അശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. നാവിന്റെ പാപം പ്രവേശിക്കുമ്പോൾ ശരീരം, ഹോൾ ബോഡി, ആ ശരീരം മുഴുവൻ തിന്മയുടെ ആവാസത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പറയാം, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 44-ാമത്തെ വാക്യത്തിൽ ആ കാര്യം ഒന്നുകൂടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഈശോ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. എന്തെന്നാൽ അവന് സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നോക്ക്, ഒരാൾ നുണ പറയുന്ന പ്രകൃതം, തുറവിയില്ലാത്ത പ്രകൃതം, സത്യസന്ധത ഇല്ല, ഒരു കാര്യം ചോദിച്ചാൽ മറുപടി ഇല്ല, വളച്ചൊടിച്ച് പറയുന്ന പ്രകൃതം, വക്രത, ഇങ്ങനത്തേക്കുള്ള ഒരുപാട് പാപത്തിന്റെ പ്രവൃത്തികളിലൂടെ പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവന്റെ ശരീരത്തിൽ നുണയുടെ സ്വാധീനം, നുണയുടെ അരൂപി, അത് പിശാചാണ്. അവന്റെ ശരീരം മുഴുവൻ കൈയടക്കാണ്. അവർക്ക് പറയാം, ഹല്ലേലൂയ. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ ഇതുപോലെ രേഖപ്പെടുത്താ, നുണയുടെ ആത്മാവ് നിന്റെ നാവിലോ ശരീരത്തിൽ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ, ഈ നാവിനെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ശരീരത്തിന്റെ ബാക്കി ഒരുപാട് പ്രവണതകളെ ജഡത്തിന്റെ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മറ്റു ഒരുപാട് പ്രവണതകളെ നിയന്ത്രിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാവിന്റെ പാപം ഗൗരവമുള്ള പാപമാക്കി മാറ്റുന്ന 2-ാമത്തെ ഒരു കാരണമെന്ന് പറയുന്നത്, ഇത് ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ട പാപമാണ്. അക്കൗണ്ടബിൾ ബിഫോർ അവർ ഗോഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കണം. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 36-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 36, ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവ് കൃത്യമായിട്ട് പറയും, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും
വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എന്റെ സഹോദരങ്ങളെ, വ്യഭിചാരത്തിന് കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ മനസ്സിലാക്കാൻ പറ്റും. കൊലപാതകത്തിന് കണക്ക് കൊടുക്കണമെന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വചനം വെളിപ്പെടുത്തുക. അത് മാത്രമല്ല, മനുഷ്യൻ പറയുന്ന കുറെ വ്യർത്ഥവാക്കിന് ഒരുമിച്ചൊരു കണക്കല്ല, ഓരോ വ്യർത്ഥവാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ മനസ്സിലാക്കണം, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ മുഴുവൻ പുതിയ നിയമത്തിൽ പൂർത്തിയായി. പുതിയ നിയമത്തിൽ പറഞ്ഞ വചനങ്ങൾ ഓരോന്നും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വചനത്തിന് മാറ്റമില്ല. നമ്മൾ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഓരോ വ്യർത്ഥ വാക്കിന് ദൈവസ്ഥനെ കണക്ക് കൊടുക്കേണ്ടി വരും. അവർക്ക് പറയാം ഹല്ലേലൂയ. Hallelujah. വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിയിൽ 1717 കണ്ണകിയിൽ കർത്താവിൻ്റെ ആത്മാവ് ഒരു കാര്യം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഫൗസ്തീനയുടെ കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ഇന്ന് ഞാൻ കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കാത്ത ആത്മാക്കളുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ദൈവം പറയുകയാണ്, ഹോ എന്നെ കൊണ്ട് ഞാൻ നോക്കിയാൽ നടക്കിയാൽ ആ സെൻസിൽ പറയാണ്, എനിക്ക് ഒന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത കുറച്ച് ആത്മാക്കളുണ്ട്. എന്നിട്ട് പറയാണ്, മറ്റുള്ളവരെ നിരന്തരം നിരീക്ഷിക്കുകയും എന്നാൽ തന്നെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനാവാത്ത ആത്മാക്കളാണ് അവർ. എന്നോട് മാത്രം സംസാരിക്കാൻ മാറ്റിവെച്ചിരിക്കുന്ന വലിയ നിശബ്ദതയുടെ സമയത്ത് പോലും, എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ നമ്മുടെ പ്രാർത്ഥനാ സമയം ഒന്ന് കൂട്ടിക്കോ, അവർ മറ്റുള്ളവരെ പറ്റി നിരന്തരം സംസാരിക്കുന്നു. ചിലപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ തന്നെ മറ്റുള്ളവരെ കുറിച്ച് ഓരോന്ന് ചിന്തിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാവോ? പറയാണ്, ഉള്ളം ശൂന്യമായി പാവപ്പെട്ട ആത്മാക്കൾ എൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. അവരുടെ തന്നെ ഹൃദയത്തിൽ എന്നെ തേടാതെ, കണ്ടോ, വ്യർത്ഥ ഭാഷണത്തിൽ മുഴുകുന്നത് കൊണ്ട് കാര്യം ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്തുമാത്രം വ്യർത്ഥ ഭാഷണ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ കണ്ടെത്താൻ അവർക്ക് കഴിയാതെ വരുന്നു. അവരുടെ ഉള്ളിലെ ശൂന്യത അവർ മനസ്സിലാക്കുമെങ്കിലും അവരെ തെറ്റ് തിരിച്ചറിയാനാവാതെ ഞാൻ നിറഞ്ഞു വാഴുന്ന ആത്മാക്കളെ പ്രതി അവർ നിരന്തരം പരിതപിക്കുന്നു. പക്ഷേ സ്വയം തിരുത്തുന്നതിന് പകരം അവരുടെ ഹൃദയം അസൂയാൽ നിറയുകയും സുബോധം വീണ്ടെടുക്കാതെ വീണ്ടും ആഴങ്ങളിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. Praise the Lord. അപ്പൊ മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥമാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ ഈ വ്യർത്ഥമാക്കെന്ന് പറയുന്നത് തമ്മിൽ വ്യർത്ഥ ഭാഷണം നടത്തിയില്ലെങ്കിൽ മാത്രമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ എന്തുമാത്രം വ്യർത്ഥ ഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുമാത്രം സംസാരിച്ചുകൊണ്ടിരിക്കാൻ ചിന്തിച്ചു നോക്കിയേ. പറയാ ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് വ്യർത്ഥ ഭാഷണം കണക്ക് കൊടുക്കേണ്ട പാപമാണ് സഹോദരങ്ങളെ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ 25-ാം തിരുവചനം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 21:25, വ്യർത്ഥ ഭാഷകൻ അന്യരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു. ഇപ്പോൾ ഒരു വ്യർത്ഥ ഭാഷ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ട് എന്നിട്ട് അത് പറഞ്ഞു വന്നിട്ട് പിന്നെ അടുത്തയാൾ പറയാം, മറ്റുള്ളവരുടെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത ആവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിനാണ് വേണ്ടില്ല, നല്ല കാര്യമാണ് വേണ്ടില്ല. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഞാൻ ഒരു കാലത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പം വ്യർത്ഥ ഭാഷണം അതിപ്പോൾ എന്താ പ്രശ്നം? ഒരു ഉപദ്രവകരമല്ലാത്തൊരു കാര്യം പറഞ്ഞു, അതിപ്പോൾ എങ്ങനെ ഇത്ര വലിയ പാപമായിട്ട് തീരുന്നത്? അപ്പോഴാണ് പരിശുദ്ധാത്മാവ് മറ്റൊരു വചനം കാണിച്ചു തന്നത്. നമുക്ക് സംശയം വരുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ നമ്മൾ പഠിപ്പിക്കും. ആ വചനം കണ്ടപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം ക്ലിയറായി. അവിടെ വചനം വെളിപ്പെടുത്താം. 2 തിമോത്തി 2:16 വചനം. ലൗകികമായ വ്യർത്ഥ ഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. പ്രൈസ് ദ ലോർഡ്. Praise the Lord. വ്യർത്ഥ ഭാഷ ഒഴിവാക്കിയില്ലെങ്കിൽ മറ്റുള്ളവരെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കണം. അതെന്താ അതിന്റെ അർത്ഥം? പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഞാൻ ഓർക്കാണ്, ഞാൻ ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് പോയതാണ്, ഒരു സ്ഥലത്ത് ചെന്നാൽ. അപ്പോൾ അവിടെ കുറച്ച് സമയം കുറച്ച് പേരായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം വന്നു. ആ സാഹചര്യം വന്നപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ചുമ്മാ വെറുതെ സമയം എന്തോ മറ്റൊരു കാര്യത്തിന് വേണ്ടി കുറച്ച് സമയമുണ്ട്, അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഒരാൾ ഒരു വ്യർത്ഥ സംഭാഷണം എന്താണെന്നറിയാവോ? നമ്മുടെ നിലവിലുള്ള നല്ല ഒരു ബ്യൂട്ടിഫുൾ നമ്മുടെ സഭയിലുള്ളൊരു പ്രാർത്ഥനയാണ്. പലപ്പോൾ നൊവേനകളുണ്ട്, അതേപോലെ തന്നെ പ്രകരണങ്ങളുണ്ട്. അവിടെ നല്ലൊരു പ്രാർത്ഥനയെക്കുറിച്ച് ഒരു തമാശ പറഞ്ഞു, ഒരു കമൻറ്റ് പറഞ്ഞു. ഞാനടക്കം അവിടെ ഇന്ന് എല്ലാവരും ആ തമാശ കേട്ട് ചിരിച്ചു. ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ഒരു കമൻറ്റാണ്. എൻ്റെ സഹോദരങ്ങൾ അതെല്ലാം ചിരിച്ചു തള്ളി, ഞാനും ചിരിച്ചു. എന്നാൽ സഹോദരങ്ങളെ, പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥന എപ്പോഴെങ്കിലും അത് ചൊല്ലാൻ വേണ്ടി ഞാൻ എടുത്താൽ അപ്പോൾ തന്നെ എനിക്ക് ഈ മറ്റേ ആൾ പറഞ്ഞ കമൻറ്റ് ഓർമ്മ വരും.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ കമന്റ് കേട്ടപ്പോ അപ്പ ചിരിച്ചെങ്കിലും എൻ്റെ ആത്മാവിൽ അതൊരു ബ്ലോക്കായി. ലൗകികമായ വ്യർത്ഥ ഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് ആ പ്രാർത്ഥന ചൊല്ലാൻ ഒരു ബ്ലോക്ക് വന്നു, ഒരു ബുദ്ധിമുട്ട് വന്നു എന്ന് അന്ന് ആ തമാശ പറഞ്ഞ ആ വ്യർത്ഥ സംഭാഷണം നടത്തിയ ആള് വല്ല അറിയുന്നുണ്ടോ? അപ്പൊ നോക്കിയാൽ നമ്മുടെ വ്യർത്ഥ സംഭാഷണം വഴി എത്ര ആത്മാക്കൾ ബ്ലോക്ക് ആയി പോകണ്ടേ ഇതുവരെയുള്ള ജീവിതത്തിൽ. ഇതിനെല്ലാം ദൈവസേന കണക്ക് കൊടുക്കണ്ടേ? അവർക്ക് പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഗൗരവമായിട്ടെടുക്കണം എന്ന് കർത്താവിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന 15-ാമത്തെ സങ്കീർത്തനത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ വചനം നമുക്ക് വായിക്കാം. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? ഒരു ചോദ്യമാണ്. എന്നിട്ട് പറയാം, ഉത്തരം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. വായിക്കാം. നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും, അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ, ഹൃദയം തുറന്ന് സത്യം പറയുകയും എന്ന് പറഞ്ഞാൽ നുണ പറയാതിരിക്കുന്നവൻ, അല്ലെ, തുറവിയുള്ളവൻ, അസത്യം പറയാത്തവൻ. അടുത്ത നോക്കിയേ, പരദൂഷണം പറയാത്തവൻ. അടുത്ത നോക്കിയേ, സ്നേഹത്തിനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ. ആകെ 2 സെന്റൻസേ ഉള്ളൂ. 2 സെന്റൻസിന് ഇടയിൽ 3 പ്രാവശ്യം ആവർത്തിച്ച് പറയാണ്, നാവിന്റെ പാപം ചെയ്യാത്തവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വെളിപാട് പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനം സ്വർഗത്തിൽ പ്രവേശിച്ച ആത്മാക്കളെ കുറിച്ച് പറയാണ്, അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല. അവരുടെ അധരങ്ങളിൽ വ്യാജം നുണയുണ്ടായിരുന്നില്ല. 1 കൊരിന്ത്യർ 6:10 വചനം വെളിപ്പെടുത്തുകയാണ്, കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും, അടുത്ത വാക്ക് നോക്ക, പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നാവിന്റെ വിശുദ്ധീകരണം നടന്നാൽ ഈ ശരീരത്തിന്റെ വിശുദ്ധീകരണത്തിന്റെ ഒരു ചവിട്ടുപടിയാണ്. അത് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അനുദപിക്കണം, കുമ്പസാരിക്കണം, തിരുത്തണം, തീരുമാനമെടുക്കണം. കർത്താവിന്റെ ആത്മാവ് അതിന് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് കർത്താവിനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വെളിപ്പെടുത്തി, ഒരു മനുഷ്യനും വിചാരിച്ചാൽ തൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റുകയില്ല. എന്നാൽ ദൈവത്തെ ആശ്രയിച്ചാൽ, ദൈവത്തിന് സഹായം ചോദിച്ചാൽ നടക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. പരിശുദ്ധാത്മാവേ, എന്നോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, എന്നെ സഹായിക്കണം. നാവിൻ്റെ ഒരുപാട് പാപങ്ങൾ, എപ്പോഴും കുറ്റപ്പെടുത്തലും ചീത്ത പറയലും വിമർശനങ്ങളും കളിയാക്കലും നിന്ദയും, ഒരുപാട് തരത്തിലുള്ള അവസ്ഥകളുണ്ട്. പലപ്പോഴും കുമ്പസാരത്തിൽ വന്നു പോകുന്നുണ്ട്. കാരണം എത്ര നിയന്ത്രിച്ചിട്ടും അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്നെ സഹായിക്കണം. കരങ്ങൾ തുറന്നു പിടിച്ച്, ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾക്ക് ശക്തി തരണം. പരിശുദ്ധാത്മാ നാവിൽ ഞങ്ങളെ തൊടണം. പരിശുദ്ധാത്മാ ഞങ്ങളെ ബലപ്പെടുത്തണം. പരിശുദ്ധാത്മ ഞങ്ങൾക്ക് കൃപ നൽകണം. കർത്താവ്, ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങളെ നാവിനെ തൊടണം. ഈ ശരീരത്തെ മുഴുവൻ വിശുദ്ധ പ്രാപിക്കാൻ തക്കവിധം പരിശുദ്ധാത്മാവേ, നാവിൽ ഞങ്ങളെ തൊടണമേ. യേശയ്യായും ജെറമിയായും തൊട്ടതുപോലെ തൊടണമേ. ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന നാവിലെന്നെ തൊടണേ, ഓ സ്വർഗ്ഗക്കാനാലേ നാവിലെന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാം. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാം. ഓ സ്വർഗ്ഗക്കാനാലേ നാവിലെന്നെ തൊടണേ, ഓ സ്വർഗ്ഗക്കാനാലേ നാവിലെന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാൻ. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാൻ. ഓ സ്വർഗശക്തിയെ ശക്തിയെ നീലേഗണേ, ഓ സ്വർഗശക്തിയെ ശക്തിയെ നീലേഗണേ. സ്തുതി പാടിട
എന്റെ നാവിനെ സ്നേഹം സ്പർശിക്കണമേ. ദൈവസ്തുതി അനേകരെ കർത്താവ് തൊടുന്നു. സ്നേഹം നൽകണേ. കരങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ ആശീർവാദത്തിന്റെ സമയത്ത് കർത്താവ് എത്ര കാലങ്ങളായി നാവിനെ നിയന്ത്രിക്കാൻ പറ്റാതെ ഞങ്ങൾ വിഷമിക്കുന്നു. ദൈവമേ, ഒന്ന് തൊട്ടാൽ മതി സൗഖ്യം പ്രാപിക്കുന്നു ഉറച്ച് വിശ്വസിക്കുന്നു. ഞങ്ങളെ തൊടണമേ, ഞങ്ങളെ സ്പർശിക്കണമേ. ഉള്ളൊരുങ്ങി വിളിക്കട്ടെ യേശുവേ. ഓ സ്വർഗ്ഗക്കാരനെ, നാവിലെന്നെ തൊടണേ. ഓ സ്വർഗ്ഗക്കാരനെ, നാവിലെന്നെ തൊടണേ. ഓ കർത്താവേ, നാവിന്റെ പാപം മൂലം ശരീരത്തിൽ ബന്ധനങ്ങളുള്ളവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. രോഗപീഠകൾ വിട്ടൊഴിയട്ടെ. ശരീരത്തിന്റെ ബന്ധനങ്ങൾ വിട്ടൊഴിയട്ടെ. വിടുതൽ പ്രാപിക്കട്ടെ.